യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടത്, യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദാവീദ് അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഒരു മനുഷ്യ ജീവിതം ഈ ലോകത്തിൽ വന്നാൽ അവൻ പ്രാപിക്കേണ്ട ഒരൊറ്റ അംഗീകാര പത്രമേ ഉള്ളൂ. ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. നീ എന്തിനാ പഠിക്കുന്നത്? ഞാൻ ഡിഗ്രിക്ക് പഠിക്കും. നീ എന്തിനു പഠിക്കുന്നു? ഞാൻ MBBS പഠിക്കുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള പഠനങ്ങളാണ് ലോകത്തിലുള്ളത്. ഇതെല്ലാം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചികിത്സിക്കാൻ പഠിക്കണം. അതിന് അംഗീകാര പത്രം കിട്ടണം. എന്ത് അംഗീകാര പത്രം? സർട്ടിഫിക്കറ്റ് കിട്ടണം. ഞാൻ ഡിഗ്രി പാസ്സായി ഇന്ന വിഷയത്തിൽ മേൽ ഞാൻ യോഗ്യനാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം. ആ സർട്ടിഫിക്കറ്റുമായി അവൻ എവിടെ പോയിരുന്നാലും അവന് അതിനെ സംബന്ധിച്ചുള്ള ജോലിയും ജീവിതവും നയിക്കാൻ കഴിയും. ഇതുപോലെ നമ്മൾ കരുതിക്കൊള്ളണം, ലോകത്തിൽ നമ്മൾ വന്നാൽ ഒരു മനുഷ്യന്റെ ജനനം എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോ നിമിഷങ്ങളും ആയുഷ്കാലം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ബാല്യത്തിലും യൗവനത്തിലും ഒന്നും നമ്മൾ ഓർക്കില്ല. അന്നേരം ബാല്യത്തിലും യൗവനത്തിലും നിന്ന് ഓർക്കാൻ സമയമില്ല. അന്നേരം സമയം മരണത്തെ ചിന്തിക്കുകയില്ല, അതൊക്കെ പുച്ഛിച്ചു കളയും. അത്രമാത്രം അത് ഗണ്യമാക്കാൻ കാര്യമില്ലാത്തൊരു കാര്യമായിട്ട് തോന്നും. എന്നാൽ വാർദ്ധക്യത്തിൽ എത്തിക്കഴിയുമ്പോൾ തൻ്റെ ജീവിതം ഇതാസ്തമിക്കാൻ പോവാം. എന്ത് പ്രയോജനം? എന്താ പ്രയോജനം വേണ്ടേ? 90 വയസ്സുള്ളവനായി, 90 വയസ്സായപ്പോ നീ ഈ 90 വർഷം ജീവിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? എന്താണ്? ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിച്ചു. നീ നിന്റെ ദൈവത്തെ സ്നേഹിച്ചു. ദൈവം അംഗീകരിച്ചു. അത് പറഞ്ഞു. മതി. അവന്റെ ജീവിതം തന്നെയാണ്. അവൻ ലോകത്തിൽ അവൻ എത്ര വർഷം ജീവിച്ചാലും അവന് പ്രാപിക്കാനുള്ള സർട്ടിഫിക്കറ്റ് എത്രയേ ഉള്ളൂ? ഒറ്റ സർട്ടിഫിക്കറ്റ്. അതിനകത്ത് ഒറ്റ വാക്യമേ ഉള്ളൂ, ഇവൻ ആരെ? ദൈവത്തെ സ്നേഹിച്ചു അല്ലെങ്കിൽ സ്നേഹിക്കുന്നവനാണ് എന്നുള്ളത് ഒറ്റ വാക്യം മതി. കാരണം ദൈവം ഒരു പട്ടണം ഒരുക്കിയിട്ടുണ്ട്. അതായത് സ്വർഗീയ യെരൂശലേം എന്ന ജീവനുള്ള ദൈവത്തിന്റെ പട്ടണം. ആ പട്ടണത്തിൽ നിത്യം ഉത്സവമായിരിക്കുന്ന ആ പട്ടണത്തിൽ ഉള്ള ജീവിതം, അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളതാണ്. അതിൽ പ്രവേശിക്കാനുള്ള ഒരൊറ്റ യോഗ്യതയുള്ളൂ, അത് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാണ്, നിത്യാനന്ദമാണ്. അവിടെ വസിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് വേറെ ഒരു കാര്യമില്ല. നീ എന്തുമാത്രം കർത്താവിന് കൊടുത്തു, എന്തുമാത്രം നീ വേല ചെയ്തു, ഇതൊന്നുമല്ല ചോദിക്കുന്നത്. ഒറ്റ ചോദ്യം, നീ ദൈവത്തെ സ്നേഹിച്ചോ? സ്നേഹിച്ചു. അത് കർത്താവ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, കേൾക്കും. എന്നാൽ ഇവിടെ കർത്താവിന്റെ ദാസൻ തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ദാവീദ് പറയുകയാണ്, ആ കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞപ്പോൾ, കർത്താവേ, ദൈവമേ, യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കും. ശരിയാണോ? ശരിയാണ്. ദൈവം അംഗീകരിച്ചു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനൊന്ന് ദൈവം അംഗീകരിച്ചു. എന്നാൽ ഇവിടെ
എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? അവിടെയാണ് അനേകർക്ക് തെറ്റിപ്പോകുന്നത്. ഞാൻ വൻ കാര്യങ്ങളെ ചെയ്തു. അനേകം നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 13 അധ്യായത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്. എന്താണ്? നിങ്ങളുടെ ശരീരം ചുടാനേൽപ്പിച്ചാലും നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദാനം ചെയ്താലും സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. അപ്പോ സ്നേഹമില്ലാതെ ഇതിന് കഴിയും. ഏതിന് കഴിയും? മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കാതെ അവൻ ശരീരം ചുടാനേൽപ്പിക്കാൻ കഴിയും. ഇപ്പോ തീച്ചുളയില് വീണ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദൈവത്തിന്റെ വചനം പറയുന്നത് അത്രയും വലിയ ത്യാഗം അവർ ചെയ്തില്ലേ? അതിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം ഉണ്ടായി. ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? അനേകര് ലോകത്തിൽ ധാരാളം ത്യാഗം അനുഭവിക്കുന്നു. എന്തുമാത്രം പട്ടിണി കിടക്കുന്നു, തല്ലുകൊള്ളുന്നു, വടക്കേന്ത്യയിൽ പോയി ഞെരുങ്ങുന്നു, എന്തുമാത്രം കഷ്ടം അനുഭവിക്കുന്നു. പലരെ എനിക്കറിയാം. പലരെ ഈ എറണാകുളത്ത് നിന്നൊക്കെ കടന്നു പോയവർ, അതായത് ഇവിടുന്ന് പോയിട്ട് വടക്കേന്ത്യയിൽ പോയി ജീവിച്ച് സുവിശേഷം അറിയിക്കാൻ പോയതിനു ശേഷം തിരിച്ച് നാളുകൾക്ക് ശേഷം വന്നു കഴിഞ്ഞപ്പോൾ അവന് വിശ്വാസവുമില്ല, അവന് ഒന്നുമില്ല. നിറഞ്ഞവനായി ഞാൻ പോയി ഒഴിഞ്ഞവനായി വന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ ഒന്നുമില്ലാത്തവനായി തിരിച്ചു വന്നു. എന്താണ് ഇതിന്റെ കാരണം? അവരുടെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ദൈവം അറിഞ്ഞതല്ലേ? ദൈവത്തിന് അറിവില്ലേ? അതിനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എത്ര കഷ്ടപ്പെട്ടാലും എത്രയേറെ ത്യാഗം അനുഭവിച്ചാലും സ്നേഹമില്ലായ്മ ഒന്നുമില്ല. അപ്പൊ പിന്നെ എന്നാ സ്നേഹം? കർത്താവിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതല്ലേ സ്നേഹം? അല്ല. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത്, അവനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളെ സ്നേഹിക്കുന്നു എന്നാണ് അറിയാം. അതായത് അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. അപ്പൊ അവിടെയാണ് സ്നേഹം. അപ്പൊ ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ദൈവത്തോട് സ്നേഹമുണ്ടോ? ശരീരത്തിൽ പോയി ശരീരം ചുടാൻ ഏൽപ്പിച്ചു, ശരീരം കൊണ്ടുപോയി തീയിലിട്ടു. ആ തീയിലേക്ക് എന്ത് വന്നാലും വേണ്ടില്ല. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തെളിവെന്താ? നമ്മൾക്ക് വായിച്ചതുപോലെ അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതല്ല ദൈവത്തെ സ്നേഹം. ഒരു കൽപ്പനയുണ്ട്. എന്താ കൽപ്പന? നിന്റെ ദൈവമായ യഹോവയല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, അന്യദൈവങ്ങളെ നമസ്കരിക്കരുത്, അന്യദൈവങ്ങളെ കീർത്തിക്കരുത്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാ ആ പോകുന്നതെന്നറിയാവോ? എന്തിനു വേണ്ടിയിട്ടാണ് ആ തീയിലേക്ക് പോകുന്നതെന്നറിയാവോ? ദൈവത്തെ അല്ലാതെ അന്യദൈവങ്ങളെ നമസ്കരിക്കില്ല എന്ന് തീരുമാനമെടുത്തതിന്റെ കാരണമാണ് ആ പോകുന്നത്. അതായത് കൽപ്പന അനുസരിച്ചത് കൊണ്ടാണ് ആ തീയിലേക്ക് പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിച്ചവരാണ് അവര്. യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിച്ചവരാണ്. ദൈവത്തിന് ശൗല് കഷ്ടപ്പെട്ടിട്ടില്ലേ? എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം ശൗല് കഷ്ടപ്പെട്ടത് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന് ഭാഗം വന്നില്ല. അതെന്താ അതിന്റെ കാരണം? ഏശാവ് കഷ്ടപ്പെട്ടിട്ടില്ലേ? കഷ്ടപ്പെട്ടിട്ടുണ്ട്. അനേകര് ഈ വചനത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചവനാണ്. ധാരാളങ്ങളുണ്ട്. പക്ഷെ ഓരോ കഷ്ടതയിലും ദൈവം നോക്കും. നീ അവിടെ അന്ന് എന്ത് ചെയ്തു? അന്ന് ഞാൻ 2 ആഴ്ച പട്ടിണി കിടന്നു. 2 ആഴ്ച പട്ടിണി കിടന്നു. ശരി, കർത്താവിനെ സ്നേഹിച്ച് സ്നേഹം ഉണ്ടായിരുന്നോ? ഏത് കൽപ്പന അനുസരിക്കാനാണ് നീ പട്ടിണി കിടന്നത്? നോക്കിയപ്പോ അവൻ പട്ടിണി കിടന്നതിന് വചന അനുസരണമൊന്നുമില്ല. അവനതൊരു എല്ലാവരും കൂടെ കൂടിയപ്പോ അവനും കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റൊരുത്തിനെ നോക്കിയപ്പോ ആ സമയത്ത് അവന് വിഗ്രഹാർപ്പിതമേ കിട്ടാനുള്ളൂ. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുതെന്ന് വചനമുള്ളതാണ്. അതിന് വേണ്ടി, ആ വചനത്തിന് വേണ്ടിയിട്ട് അവൻ പട്ടിണി കിടന്നു. എനിക്ക് വിഗ്രഹാർപ്പിതമല്ലാത്ത ഒരു വസ്തു ഭക്ഷിച്ചാൽ മതി എന്ന് തീരുമാനത്തിൽ വചനത്തിന് വേണ്ടി നിന്നു. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്.
അപ്പൊ രണ്ടുപേരും ഒരുപോലെ പട്ടിണി കിടന്നു ഒരാഴ്ച. ഒരാള് വചനത്തിന്റെ അനുസരണത്തിന്, ഒരാള് ആ ആത്മീയ ഒരു സ്വന്തം മനസാക്ഷിയിൽ എരിഞ്ഞിട്ട്. അതിന് അതിന് പ്രയോജനം ഉണ്ടാവും, മറ്റേതിന് പ്രയോജനമുണ്ട്. കാരണം അത് ദൈവത്തെ സ്നേഹിച്ചില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അന്ത്യകാലത്ത് ചിലർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കും. എനിക്ക് വിവാഹം വേണ്ട, വിവാഹം വേണ്ട. വിവാഹം വേണ്ടി നല്ല കാര്യം. വിവാഹം വേണ്ടി കൽപ്പനയുണ്ടോ? നീ വിവാഹം കഴിക്കരുതെന്ന് കൽപ്പനയുണ്ടോ? ഇല്ല. വിവാഹം കഴിക്കുന്നത് അശുദ്ധമാണോ? അല്ല. കർത്താവിന്റെ ദാസന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് വിവാഹിതരായിരുന്നോ? അത് എല്ലാവരും വിവാഹിതരായിരുന്നു. പിന്നെ എന്തിനു വേണ്ടി നീങ്ങുന്നത്? ആ ഒരു തീഷ്ണതയ്ക്ക് വേണ്ടി. ആ ഒരു തീഷ്ണതയ്ക്ക് ഏത് മനുഷ്യൻ എന്ത് ചെയ്തോ, എന്ത് ചെയ്തോ, ആ സ്വന്തം സാക്ഷി ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, വിവാഹം കഴിക്കില്ല, വേണ്ട. ജീവിതം മുഴുവനും ഭാര്യയില്ല, മക്കളില്ല, നോക്കാൻ ആളില്ല, വാർദ്ധക്യത്തിൽ വന്നു ദൈവത്തിന്റെ കരുണ കൊണ്ട് വഴി കണ്ടി ആകാതെ കർത്താവ് കാത്തു സൂക്ഷിച്ച് അവസാനം അവൻ മരിച്ചു. പലരുടെയും ജീവിത അനുഭവമായി പറയുന്നത്. ഞാൻ വിവാഹം കഴിക്കില്ല, ഞാൻ മരുന്നെടുക്കില്ല, ഞാൻ ഇന്ന് ഒരൊറ്റ തീരുമാനമാണ്, ഒറ്റ തീരുമാനമാണ്. ശരി, എടുക്കണ്ട, മരുന്നെടുക്കണ്ട. ആര് പറഞ്ഞത് മരുന്നെടുക്കാൻ? പക്ഷെ ഏത് വചനമാണ് നിന്നോട് സംസാരിച്ചത്? അല്ലെങ്കിൽ ഏത് വചനത്തിന് വേണ്ടിയിട്ടാണ്, ഏത് വചനത്തിന്റെ അനുസരണത്തിന് വേണ്ടിയിട്ടാണ് നീ ഇന്ന് വിവാഹം കഴിക്കാതിരിക്കുന്നത്, ഈ ഭക്ഷണം കഴിക്കാതെ ഇവിടെ മരുന്ന് കഴിക്കാതിരിക്കുന്നത് എന്ന് അന്വേഷണം വരും. നാളെ ഇത് അന്വേഷണം വരും. അന്വേഷണം വരുന്ന ഓരോന്ന് മറിച്ച് നോക്കുമ്പോൾ അവൻ വിവാഹം കഴിക്കാതിരുന്നതിന് ആധാരമായിട്ട് വചനമൊന്നുമില്ല. അവനങ്ങനെ ചെയ്ത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് സഭയുടെ ഒരു ചട്ടം ആയതുകൊണ്ട് അത് ചെയ്തതേ ഉള്ളൂ. സഭ പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിക്കാൻ പാടില്ല, അതായത് ശുശ്രൂഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പാടില്ല. അതിന് ദൈവത്തെ സ്നേഹിക്കാത്തൊരു കണക്കൂട്ടില്ല. അതിന് ലൈൻ വേറെയാണ്. അതിന് പ്രതിഫലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിഫലം ഉണ്ടോ. കാരണം വിവാഹം കഴിക്കാതെ ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു പ്രതിഫലം ദൈവം കൊടുക്കും, കൊടുത്തുനിന്നിരിക്കും, എന്തും ആവട്ടെ കൊടുത്തിരിക്കും. പക്ഷേ ദൈവത്തോട് അശേഷം സ്നേഹമില്ലാതെ ജീവിതം മുഴുവൻ നരകിക്കുന്നവരുണ്ട് എന്ന് ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഓരോ സഭകളിലും സമൂഹങ്ങളിലും തങ്ങൾ സാഹചര്യം അനുസരിച്ച് ഇങ്ങനെ ഓരോ തീരുമാനത്തിനും നിർബന്ധിതരായി തങ്ങൾ ജീവിച്ച് നരകയാതന അനുഭവിക്കുന്നത് പോലെ ഈ ലോകത്ത് ജീവിച്ച് കടന്നു പോകുന്നവരുണ്ട്. പക്ഷെ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിയുമ്പോൾ അവർ ദൈവത്തെ സ്നേഹിച്ചിട്ടൊന്നുമല്ല, ദൈവത്തെ സ്നേഹിച്ചിട്ടൊന്നുമല്ല. അവർ ത്യാഗം കഴിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, അതിവേദന അനുഭവിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ദൈവത്തെ സ്നേഹിച്ചിട്ടില്ല. പ്രശ്നമായില്ലേ? ഇത് പറയാമോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ വാളെടുക്കും, പറയുന്നവന് നേരെ വാളെടുക്കും. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വ്യവസ്ഥ എന്നറിയാമോ? ഒന്ന് അവൻ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളണം. 2 തെസ്സലോനിക്ക ലേഖനം. രണ്ടാമത്തത്, അവന്റെ നാമത്തെ വെളിപ്പെട്ട് നാമത്തെ സ്നേഹിച്ചിരിക്കണം. 3, അവൻ സത്യം അറിഞ്ഞ സത്യം അനുസരിച്ചിരിക്കണം. 4, ദൈവം സ്വന്തം സഹോദരൻ എന്ന് വെളിപ്പെടുത്തി തന്നവനെ തന്നെ പോലെ സ്നേഹിച്ചിരിക്കണം. ഈ 4 കാര്യങ്ങളില്ലാതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതവിടെ അംഗീകരിക്കപ്പെടില്ല. അത് അംഗീകരിക്കപ്പെടില്ല. നീ സഹോദരന് വേണ്ടി ജീവനെ കൊടുത്തെന്ന് പറ. നീ സഹോദരന് വേണ്ടി ജീവനെ കൊടുത്തു എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. കാരണം വചനത്തിലുണ്ട്, സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധികം സ്നേഹമില്ല എന്ന് വചനത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് ദൈവം കണക്കിട്ടുള്ളൂ. സത്യത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുന്നവൻ, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുന്നവൻ ദൈവത്തെ തന്നെ കൈക്കൊള്ളുന്നവനാണ്. കർത്താവിന്റെ നാമത്തെ സ്നേഹിക്കുന്നവൻ കർത്താവിനെ സ്നേഹിക്കുന്നവനാണ്. കാരണം ഇതെല്ലാം ഒരു കാര്യം അതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കും, കാണാതെ സ്നേഹിക്കും. എങ്ങനെ അവർക്ക് സ്നേഹിക്കും? കാണാതെ.
ഒരു കർത്താവ് ഇവിടെ വന്നതിന് ശേഷം അഗ്നിജാലകത്തുള്ള കണ്ണുള്ളവനായിട്ട് നീ ഇവിടെ വന്നു നിന്നതിന് ശേഷം നീ ഇന്നത് ചെയ്യണം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദാനം ചെയ്യണമെന്ന് ഇന്ന് രാവിലെ വന്ന് ഒരാളോട് പറയുക. നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും അനുസരിക്കും. കാരണം കർത്താവാ പറഞ്ഞത്. കർത്താവാണ് പറഞ്ഞത്. കർത്താവ് ഞാൻ നേരിട്ട് കണ്ടതാ. അവിടെ വ്യവസ്ഥയില്ല. വചനം പറയുന്നത് കാണാതെ സ്നേഹിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കണം. വചനം കേട്ട് വിശ്വാസമായി പരിണമിച്ച് അതിനെ അനുസരിക്കുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. നാമത്തെക്കുറിച്ച് കേട്ട് ആ നാമത്തിന്റെ പരിമളം ആത്മാവിൽ അനുഭവിക്കുമ്പോഴാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഒരു യോഗ്യതാ പത്രമല്ലാതെ നമുക്ക് ഇവിടെ നിന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള ധ്യാനം ഇതായിരിക്കണം. ഞാനൊരു ചിന്ത ചിന്തിക്കുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ, ഒരു പ്രവൃത്തി പ്രവർത്തിക്കുമ്പോൾ, ഒരനുഭവം ഞാൻ അനുഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവമേ കാലം അവസാനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നവനാണെന്നും ഒറ്റ വാക്ക് നീ പറഞ്ഞാൽ മതി. അതിനുള്ള സാഹചര്യം നീ ഒരുക്കണം. കാരണം മനുഷ്യനെ കൊണ്ട് അത് സാധിക്കില്ല. സങ്കീർത്തനം വായിക്കുന്നത് എന്താ? നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് എന്നെ സഹായിക്കണമേ. ഈ പോകുന്നതിന് മുമ്പ് നിന്റെ നാമം മഹത്വം എടുക്കാൻ എന്നെ സഹായിക്കണം. ഒരു സാഹചര്യം ഒരുക്കണം. അതുകൊണ്ടാണ് പറയുന്നത് അവസരം കിട്ടും പോലെ നന്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എന്നും അവസരം കിട്ടുമെന്ന് വിചാരിക്കണ്ട. എല്ലാം ഒരുക്കി കൊണ്ട് വെച്ചിരിക്കുക. ദേശത്ത് മുഴുവൻ ക്ഷാമമാണ്. ദേശത്തൊന്നുമില്ല. പട്ടണി കിടക്കുക മനുഷ്യന്. ആ സമയത്താണ് വിധവയ്ക്ക് തൻ്റെ കുടുംബത്തിലുള്ളതെല്ലാം തീർന്നു. ഇനി ഒരല്പം മാവും ഒരല്പം എണ്ണയും മാത്രമാണ്. ഇവിടെ നിന്ന് വേണം നീ തുടങ്ങാൻ. ദൈവം അനുവദിച്ചിട്ട് അത്രയും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അപ്പോഴാ ഏലിയാവ് ചെന്നിട്ട് പറയുന്നത് ഒരു പാത്രം വെള്ളം വേണം. വെള്ളം എടുക്കാൻ പോയി പറയാ ഇച്ചിരി ഒരു അടയും കൂടെ ഉണ്ടായിക്കൊണ്ട് പറഞ്ഞു. പ്രശ്നമായി. അവള് പറഞ്ഞു, അയ്യോ ആകെ ഉള്ളത് ഇത്രയാ, അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ മരിക്കാനിരിക്കുക, നീ ഇല്ല. ആകട്ടെ, ആദ്യം ഒരട ഉണ്ടായിക്കൊണ്ട് വാ. ഇനി ഇസ്രായേൽ ദേശത്ത് മഞ്ഞും മഴയും വീണ് സമൃദ്ധമായി വിളയുന്നതുവരെയും നിന്റെ കലത്തിലെ മാവ് തീരില്ല, അരണ്യയിലെ എണ്ണ കുറഞ്ഞു പോവില്ല. അവള് പോയി. അവസാനത്തെ അത് പറയണം. കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി. ഈ സമയത്ത് പരീക്ഷ ഉണ്ടാവും. കുഞ്ഞ് അന്നേരം ഒത്തിരി അടയ്ക്ക് വേണ്ടി തുടങ്ങിക്കും. ഉണ്ടാക്കി ആ അട കൊണ്ടുപോയി കർത്താവിന്റെ ദാസന് കൊടുത്തു. അവിടെ നിന്ന് തുടങ്ങുകയാണ് കർത്താവ്. ഇന്നും അവൾ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. തന്റെ കലത്തിലെ മാവ് കുഞ്ഞിന് പോലും കൊടുക്കാതെ ഒരടവ് ഉണ്ടാക്കി കൊടുത്ത് ഇത്ര ചെയ്തോളൂ. എന്തോരം ചെയ്തു ഞാൻ, എത്രയായിരം രൂപ കൊടുത്തിരിക്കുന്നു. ആ ഒരു അടയുണ്ടാക്കിയനാ, ആ ഒരു അട കൊടുത്തതിനാ. അതെ, കാരണം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഒരുക്കിക്കൊണ്ട് എന്ന് അത്യല്പമാക്കി വയ്ക്കും. എന്തിനു വേണ്ടിയിട്ട്? അത്യല്പത്തിൽ വിശ്വസൻ അധികത്തിലും വിശ്വസൻ. അത്യല്പം ഒന്നുമില്ലാതാക്കി വയ്ക്കും. ഒന്നുമില്ലാതെ ആ ദിവസം ഒരു ഇത് മാത്രമാണ്. അത് ചെയ്താൽ മതി. യോഗ്യത സമ്മതിച്ചു. അവൾ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി ജീവിതത്തിൽ ഇനി എന്തിനാ ജീവിക്കുന്നത്? നല്ലോണം കൊണ്ട് പോയാൽ മതി. ഈ ലോകത്ത് എന്തിന് ജീവിക്കുന്നു? അത് നമ്മൾ ഇപ്പൊ യൗവനത്തിൽ വരുമ്പോഴും ബാല്യത്തിൽ വരുമ്പോൾ നാളത്തേക്ക് നല്ലൊരു ഭാവന, പ്രതീക്ഷ നമുക്കുള്ളത് കൊണ്ടാണ്. അതിങ്ങനെ ചെന്ന് അവസാനം പറയും ഇതൊരു വെറുതെയാണെന്ന്. അങ്ങേറ്റം ഒരു കർത്താവിന്റെ ദാസൻ ഉണ്ടായിരുന്നപ്പോ ഇപ്രകാരം പറയായിരുന്നു. അവിടുന്ന് കൊല്ലത്തുനിന്ന് കൊട്ടാരക്കരയ്ക്ക് അപ്പുറം അവിടുന്ന് ചെങ്കോട്ടയ്ക്ക്
പണ്ട് കാളവണ്ടിയാണ്. ഈ കാളവണ്ടി പോകുമ്പോഴത്തേക്കും കാള ഈ രണ്ടു വശത്തേക്കും പുല്ല് തിന്നാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അങ്ങനെ മാറാതിരിക്കാനായിട്ട് കാളയുടെ മുമ്പിൽ കഴുത്ത് മുഖത്തെ നിന്ന് കുറച്ച് നീട്ടി ഒരൊറ്റ കെട്ട് പച്ച, കാളയ്ക്ക് ഇഷ്ടമുള്ള ഒരൊറ്റ കെട്ട് പച്ച അങ്ങോട്ട് ഒരു കോലെ കെട്ടി തൂക്കി. കാള നാക്ക് നീട്ടി ഒന്ന് നോക്കി നിൽക്കി ഒന്നൊക്കെ ഒരു ശകല കൊല്ലം കിട്ടും. ഇത് ഇങ്ങനെ തനിക്ക് മുഴുവൻ കിട്ടുമെന്ന് പറഞ്ഞ് പോകും. പോയി ഒരു 10-80 കിലോമീറ്റർ അവിടെ ചെല്ലുമ്പോഴത്തേക്കും, അവിടെ ചെങ്കോട്ട ചെല്ലുമ്പോഴത്തേക്കും നേരം വെളുത്തു. അപ്പൊ കാള ഈ ഇത്രയും നേരം തലേദിവസം രാത്രി തുടങ്ങിയിട്ട് ഈ നേരം വെളുത്ത് എങ്കോട്ട വരുമ്പോ ഈ വെളിച്ചം കാണുന്നത് വരെയും ഈ ഇതിന്റെ പിന്നാലെ നടക്കുക. ചെങ്കോട്ടൊക്കെ വരുന്നു കഴിഞ്ഞാൽ പിന്നെ തിരക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളവണ്ടിക്കകത്തിരിക്കാം, സാധനങ്ങൾ എടുക്കാൻ ആള് വരുന്നു, കയറ്റാൻ ആള് വരുന്നു, ബഹളമാണ്. ആർക്ക് കാളനെ കഴിച്ചു കിട്ടി. അതിരിക്കുന്ന സാധനങ്ങൾ അവൻ കാര്യം കണ്ടു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതാ, യശപ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ നാൾ വരുമ്പോഴത്തേക്കും മരീചിക ഇല്ലാതാവും. മരീചിക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് മരുഭൂമിയിൽ പെട്ടുപോകുന്ന മനുഷ്യരുണ്ട്, മൃഗങ്ങളുമുണ്ട്. ഈ മൃഗങ്ങളൊക്കെ നോക്കുമ്പോൾ മരുഭൂമിയിൽ ഒരു പ്രത്യേകതയുണ്ട്. മരീചിക എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് അകലെ നോക്കിക്കഴിഞ്ഞാൽ വെയിൽ കൊണ്ടിങ്ങനെ പൊടിയായിട്ട് പച്ചപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ അകലെ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നും. ഇതിനാണ് ഈ മരീചിക എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വെള്ളമുണ്ട്. ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് പോവുക. നടക്കും തോറും മരീചിക ആകുന്നു പോയിക്കൊണ്ടിരിക്കും. അവസാനം മുൻപോട്ട് നീങ്ങാതെയായി, ശരീരം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാതെയായി. അപ്പോഴും മരീചിക ഉണ്ട്. അവസാനം നിരാശപ്പെട്ട് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല, തളർന്നു നിൽക്കുന്ന കഴിയുമ്പോൾ ഒന്ന് പുറകോട്ട് നോക്കി. പുറകോട്ട് നോക്കിയപ്പോഴാണ് ചതി മനസ്സിലായത്. എന്താ? അവിടെയും വെള്ളം കിടക്കുക, അവിടെയും വെള്ളം കിടക്കുക. എനിക്ക് ചുറ്റുമുണ്ട് ഈ വെള്ളം, ഒരിക്കലും കിട്ടാത്തത്. ഇതാണ് ഈ ലോകം. ഈ ലോകം ഇതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഈ ലോകത്തെയും ഇതിലുള്ളതിനെയും സ്നേഹിക്കരുത്. സ്നേഹിക്കാൻ, വിശ്വസ്തയോടെ സ്നേഹിക്കാൻ ഒരുവൻ മാത്രം, അത് നമ്മുടെ കർത്താവ്. അത് കർത്താവ് മരിക്കുന്നതിന് മുമ്പേ സകലതും പോയിക്കോട്ടെ, സകലതും, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിച്ചു എന്ന് ഒരു വാക്ക്, അബ്രഹാമെ ബാലിന്റെ മേൽ കൈവയ്ക്കരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ, അങ്ങനെ ഒരു വാക്ക്, കർത്താവെ അത് മാത്രം മതി എനിക്ക്, ഞാൻ മരിച്ച് എൻ്റെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ്. ഇങ്ങനെ സാക്ഷ്യം പ്രാപിച്ചവരാണ്, അവരുടെ അനുഗ്രഹത്തിനാണ് മക്കൾ വന്ന് നിൽക്കുന്നത്. വെക്കേണ്ടത്, അല്ലാതെ സ്വത്തിന്. അപ്പൊ ഒരു മക്കൾ വന്ന് മരിക്കാൻ നേരത്ത് അപ്പൻ്റെ അടുത്ത് നിൽക്കുക, ഓരോ വീതം. എല്ലാവർക്കും ഇഷ്ടംപോലെ സ്വത്തുള്ളതാ, 4 മക്കളാ, 4 ആമക്കളും വന്ന് അപ്പൻ്റെ ചുറ്റും നിൽക്കുക. 4 പേരുടെയും പരാതി, കിട്ടിയത് കുറഞ്ഞു പോയതാണ്. അപ്പം വീതം വെച്ചപ്പോ അപ്പൻ അനീതി കാണിച്ചെന്നാ. എങ്കിലും അപ്പൻ അങ്ങനെ ചെയ്തല്ലോ, എന്നോടങ്ങനെ ചെയ്തല്ലോ. ഈ 4 പേരുടെയും പരാതിയാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞ് എന്ത് പ്രയോജനം? എന്നാൽ ആ കിടക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെന്ന് സാക്ഷ്യം പ്രാപിച്ചെങ്കിൽ അവൻ പറഞ്ഞാൽ മതി, മോനെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു അനുഗ്രഹം അനുഗ്രഹിച്ചാൽ മതി, വേറെ ഒരു സ്വത്തും വേണ്ട, തലമുറയായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് കർത്താവിന്റെ സന്നിധിയിലുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുന്നതായ ഏറ്റവും വലിയൊരു കാര്യം, കർത്താവ്. ഇന്ന് പലപ്പോഴും ഞാൻ മുമ്പ് ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു മാനസിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പോയി ഇരിക്കാറുള്ള ഒരു സ്ഥലമുണ്ട്.
അത് ഇപ്പോഴൊന്നുമല്ല, 10-40 വർഷം, 50-45 വർഷങ്ങൾ മുമ്പേ ഉള്ള. അവിടെ പോയി നല്ലൊരു കാഴ്ചപ്പാടാണ്. ഞാൻ പലരെയും എന്നോട് കൂടെയുള്ള എൻ്റെ സഹോദരന്മാരെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് നാള് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കർത്താവ് എന്നെ കാണിച്ചു. ആ കാഴ്ച അതെല്ലാം അസ്തമിച്ചു പോയി. ഇനി അത് കണ്ടാൽ ഒരു പ്രയോജനമില്ലാതെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ മനപ്രയാസമായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ തീയായിട്ട് വരുള്ളൂ. അങ്ങനെ സംഭവമില്ല. ഇന്ന് ഒരൊറ്റ ചിന്ത, കർത്താവ് സ്തോത്രം, കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാൽ പോരാ, നീ അംഗീകരിക്കണം. നീ അംഗീകരിക്കണം. കാരണം ഒരു മനുഷ്യന്റെ നമ്മൾ ജാതികളുടെ പറയും ആള് വില കല്ല് വില. ഇവിടെ നിന്ന് പോകുമ്പോ നമ്മൾ കാണാമല്ലോ, പട്ടിയെ തല്ലിക്കൊന്ന് എടുത്തോണ്ട് പോകുന്ന പോലെ അനേക ജീവിതങ്ങൾ ഒരു പ്രയോജനമില്ലാതെ പോകുമ്പോ ദൈവത്തെ സ്നേഹിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. അകത്തെ മനുഷ്യന് ഇന്ദ്രിയം പ്രാപിച്ചു. അവൻ പോകുന്ന പോക്ക് കണ്ടിട്ടുണ്ടോ? അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടി. തന്റെ ഭക്തന്മാരെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അത്ര ഭയങ്കരമാണ്. ദൈവത്തെ സ്നേഹിച്ചവനാണ് അവൻ. അവന്റെ പ്രാണൻ പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കും. താമസത്തിനാണ് സ്തെഫാനോസ് പറഞ്ഞതുപോലെ, യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളും, എന്റെ ആത്മാവിനെ കൈക്കൊള്ളും. സമ്മറി ഓർത്തുകൊള്ളുക, ചുരുക്കം ഓർത്തുകൊള്ളുക. ദാവീദ് പറഞ്ഞ പോലെ, യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ എനിക്കൊരു അംഗീകാരപത്രം തരണം. ഇത്രയും കാലം ഞാൻ ഇത്രയും വർഷം ജീവിച്ചു, ഈ 68 വർഷം ഞാൻ ജീവിച്ചു. എൻ്റെ കർത്താവ് എനിക്ക് ഇവിടെ ജീവിക്കാൻ കൃപ തന്നു. ഞാൻ പോകാറായി, ഇതുവരെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. പോകുമ്പോൾ ഒറ്റ കാര്യം, ദൈവത്തെ സ്നേഹിച്ചവൻ, കർത്താവിനെ സ്നേഹിച്ചവൻ. അല്ലാത്തവരിലെല്ലാം ഈ ശാപം നിൽക്കുക. കാരണം ഒന്ന് ഒരു ലേഖനം 16 അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ്. എന്താണ്? കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടു. ഒരു ശപിക്കപ്പെട്ടവനായിട്ട് ഇവിടുന്ന് പോകാൻ ഇടവരില്ല ദൈവം. ശപിക്കപ്പെട്ടവനായിട്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കാൻ ഇടവരരുത്. ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന്, സ്നേഹിക്കുന്നവനാണെന്ന് ഒരു സാക്ഷ്യം, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒറ്റ വാക്ക്. അതിനാൽ എൻ്റെ ജീവിതം ധന്യം. അതിനാൽ നമ്മുടെ ജീവിതം ധന്യം. പ്രാർത്ഥിക്കാം. കർത്താവ് ആവശ്യത്തിൽ പ്രാർത്ഥിച്ചു. ഉപകരണമേ അപ്പച്ച